ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും ശക്തി എന്ന ആയുധത്തെ കയ്യിലുള്ളവനുമായ ആ മംഗളനെ, ചൊവ്വയെ, സുബ്രഹ്മണ്യനെ, വേലി ആയുധമായിട്ടുള്ള ആ മുരുകനെ, സുബ്രഹ്മണ്യനെ ഞാൻ സ്മരിക്കുന്നു. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഉപദേശം എന്നൊരു ഫലം സുബ്രഹ്മണ്യന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ചൊവ്വ. പലപ്പോഴും ചൊവ്വയെ സന്തോഷിപ്പിക്കാനാണ് ഷഷ്ഠിവ്രതമൊക്കെ ആചരിക്കുന്ന അമ്മമാർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ വിവാഹത്തിന്, തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ സുബ്രഹ്മണ്യനെ നാം പ്രാർത്ഥിക്കും. അവിടെ ഓം വജദ്ഭുവേ നമഃ, വിദ്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓം വജദ്ഭുവേ നമഃ. മുരുകൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, അപ്രകാരം തന്നെ ചൊവ്വയുടെ മറ്റൊരു പര്യായമാണ് വജദ്ഭൂഹു. അതിൻ്റെ ചതുർത്ഥിയാണ് നമഃ എന്ന് പറയുമ്പോൾ നാം ചതുർത്ഥി ഉപയോഗിക്കും. ഓം ഗുരവേ നമഃ, ഓം ദേവായ നമഃ. അപ്രകാരം വജദ്ഭൂ, ഓം വജദ്ഭുവേ നമഃ. ഇവിടെ അതിശക്തമായി ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. എവിടെയാണ് ചൊവ്വയുടെ ഉച്ചരാശി? മകരത്തിലാണ്. മകരം മനിയുഗ്, മകരം 28 ചൊവ്വയുടെ അത്യുച്ച പോയിൻ്റാണ്, പൊസിഷനാണ്. അപ്രകാരം കർക്കിടകം 28 അതിനീച പോയിൻ്റാണ്. എല്ലാ ഉച്ചരാശിയുടെയും നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവം നീചരാശിയാകുന്നു. ഇപ്പോൾ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ അപ്രകാരം തന്നെ 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ചൊവ്വ നീചരാശിയിലേക്കും വരും. പക്ഷെ വലിയ ദോഷങ്ങൾ കർക്കിടക രാശിയിൽ ചൊവ്വക്ക് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ജലത്തിലൂടെ ധനം ലഭിക്കുവാനും ഒക്കെ ചൊവ്വ കർക്കിടകത്തിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകല്യവും മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു മാത്രം. അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ആ ചൊവ്വ, കർക്കിടകത്തിലെ ചൊവ്വ നല്ലതാണ്. ഇവിടെ ചൊവ്വ എന്താണ്? ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ ഭ്രാത, സത്വം ച, ഭൗമഹ, ക്ഷിതിരപി. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷിതി എന്ന് വെച്ചാൽ ചൊവ്വ. ഭ്രാത സഹോദര കാരകനാണ്. സത്വം തൻ്റെ ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വർദ്ധിക്കാം. അദ്ദേഹത്തിന് സധൈര്യം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പവർ ലഭിക്കും, സത്വഗുണം ലഭിക്കും. അദ്ദേഹത്തിന് ഭൂമി ലഭിക്കാം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉണ്ടാകാം, വീട് നിർമ്മിക്കാം, കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും ആഴക്കടലിൽ ഖനനം ചെയ്യാം. കരിമണൽ ഖനനം മുതലായ വലിയ വിഷയങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചൊവ്വ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ചൊവ്വ മകരം 1-നാണ് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ജനുവരി 15-ാം തീയതി. ആ ചൊവ്വ ഇനി 40 ദിവസക്കാലം, അതായത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ, കുംഭമാസം 11-ാം തീയതി വരെ ഈ ചൊവ്വ ഒരു പ്രതാപവാനായി തൻ്റെ രാശിയിൽ നിൽക്കും. ഇത് 4 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ആ 7 ശനിയും 3-ലെ വ്യാഴവും കൊണ്ട് വീർപ്പുണ്ടെന്ന് 7 ശനിക്കാർക്ക് ഈ ചൊവ്വ എന്ത് പ്രദാനം ചെയ്യും? രുചക മഹായോഗം ചെയ്തു നിൽക്കും. ചൊവ്വ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികത്തിലും ഉച്ചക്ഷേത്രമായ മകരത്തിലും ലഗ്നാൽ 1-ാം ഭാവം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നാം എന്ത് പറയുക? രുചക മഹായോഗം എന്ന് പറയുക. പഞ്ചമഹാ പുരുഷയോഗത്തിൽ അതിശക്തമാണ് ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നത്. ഉത്സാഹ ശൗര്യധന സാഹസവാൻ ശ്രീമാൻ രണേഷു വിജയി നൃപവല്ലഭസ്യ. രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളാകും. ചൊവ്വ സേനാനായകനാണ്. അതിനാൽ യുദ്ധം നയിക്കാൻ ചൊവ്വയ്ക്ക് കരുത്തുണ്ടാകും. ഉത്സാഹം വളരെയധികം പ്രകടിപ്പിക്കും, ശൂരത പ്രകടിപ്പിക്കും. സാഹസവാൻ, അതുമാത്രമേ ദോഷമുള്ളൂ. എന്താണ് സാഹസവാൻ? യത് കാര്യം ദ്യഹ അസമീക്ഷകരോതി സഹ സാഹസവാൻ. ആരാണോ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്നത് അദ്ദേഹത്തെയാണ് എന്ത് പറയുക? സാഹസവാൻ എന്ന് പറയുക. സാഹസ പ്രവൃത്തി ചൊവ്വയുടെ സ്വഭാവത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞതാണ്. കാരണം ചൊവ്വ രക്തകാരകനാണ്. പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിന് ഹൈ പ്രഷർ വരും ചൊവ്വ ബലവാനാകുമ്പോഴൊക്കെ തന്നെ. അതിലാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ സാഹസികതയ്ക്ക് ചൊവ്വ പേര് കേട്ട ആളാണ്. അത് നിയന്ത്രിച്ചാൽ ഈ ചൊവ്വ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നു കർമ്മത്തിലുള്ള ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് അവരുടെ കർമ്മവും സന്താന വിഷയത്തിലേക്കും പൂർണ്ണതയുണ്ടാക്കുന്നു.
വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമിയും അനുഭവങ്ങളും കൊടുക്കുന്നു. മകരൻ രാശിക്കാർക്ക് ചൊവ്വ 4-11 ഭാവാധിപനാണ്. ഭൂലാഭം ഉണ്ടാകുന്നു. തൻ്റെ പദവി പൊസിഷൻ മുന്നോട്ട് നയിക്കപ്പെടുന്ന ധാരാളം ഗുണങ്ങൾ ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നു. ചൊവ്വയുടെ ആശ്രയഫലം പോലും വളരെ നന്നായിട്ടാണ് മകരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതസ്വച്ഛേ ഗണപുരബല ഗ്രാമാഗ്രണീഹി. തൻ്റെ ഗണം, തൻ്റെ കൂട്ടത്തിൽ താനുമായി ബന്ധപ്പെടുന്ന പുരം, പട്ടണം, ഇവിടെയൊക്കെ അഗ്രണീഹി നേതൃത്വത്തിലെത്തുന്നു ചൊവ്വ. പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ല ഗുണം തരുന്നു ഈ ചൊവ്വ. യുദ്ധം ചെയ്യാനും രാഷ്ട്രത്തെ നയിക്കുവാനും മുന്നിൽ നിൽക്കുവാനും ഒരു സേനാനിയായി കാര്യങ്ങൾ നീക്കുവാനുമുള്ള കരുത്തു തരുന്നു ഈ ചൊവ്വ എന്നറിയുക. മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 9ാം ഭാവത്തിൽ നിൽക്കുന്നു, ഉച്ചസ്ഥനായി നിൽക്കുന്നു മകരൻ രാശിയിൽ. ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ? അവരുടെ 7ാം ഭാവമാണ്. അവരുടെ യാത്ര, വിവാഹം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. അവർക്ക് നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടേണ്ടത് 7ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ദേവാലയങ്ങളിൽ ദേവന് ആഭരണങ്ങൾ ചിന്തിക്കേണ്ടത് 7ാം ഭാവത്തിലാണ്. പിന്നീട് ചൊവ്വ വൈകല്യവാനാണ്. ശാരീരികമായി വൈകല്യമുണ്ടാക്കും. കാരണം 12ാം ഭാവാധിപത്യമുണ്ട്. ആർക്കൊക്കെ വൈകല്യം ഉണ്ടാക്കാം? 9ാം ഭാവം പിതാവാണ്. പിതാവിന് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കാം. ചൊവ്വ സഹോദരകാരകനാണ്. അതിനാൽ സഹോദരങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഈ 40 ദിവസക്കാലം എന്നറിയുക. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാക്കാം. പല കാര്യങ്ങളിൽ അനാവശ്യമായ നിർബന്ധ ബുദ്ധി ചെലുത്തി അത് ദാമ്പത്യത്തിന് വിഘാതം ഉണ്ടാക്കാതെ നോക്കണം. വാശി പാടില്ല. 9ൽ ചൊവ്വയ്ക്ക് വരാഹമികര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? ധർമ്മേഘവാൻ. ഇദ്ദേഹം പാപരതിയിൽ പാപവാസനകളോട് കൂടിയിരിക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളിലും മതപരമായ ധാർമ്മികമായ വിഷയങ്ങളിലുമൊക്കെ എടുത്തു ചാടി പെട്ടെന്ന് കുടിപ്പക പുലർത്തുവാനുള്ള ചിന്ത ഈ 40 ദിവസക്കാലം മാറ്റി വെക്കണം ഇടവൻ രാശിക്കാർ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പോലീസും കേസുമായി മുന്നോട്ട് നയിക്കേണ്ടി വരും. അറിയണം. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മഹോഗ്രാമതിഹി ഭാഗ്യവിത്തം മഹോഗ്രാം. മഹോഗ്രാമതിഹി നല്ല ബുദ്ധി പ്രകടിപ്പിക്കും. ഭാഗ്യവിത്തം മഹോഗ്രാം, നല്ല ഭാഗ്യവും നല്ല ധനവും ഉണ്ടാവും. തപോഭാവകവും മംഗലസ്ഥം കരോതി. 9ൽ ചൊവ്വ അപ്രകാരം എല്ലാം ചെയ്യുന്നു. ഭവേന്നാദികസ്യാലമ സോദരോവ. തൻ്റെ സഹോദരിയുടെ ഭർത്താവിനും തൻ്റെ ആദിമഹ തൻ്റെ സഹോദരനും രോഗാദി അരിഷ്ടതകൾ വരും. കുതോ വിക്രമ തുച്ഛലാഭോ വിഭാഗേ. പലപ്പോഴും കർമ്മങ്ങൾ ചെയ്ത് അനുഭവം വളരെ കുറയും, ലാഭം കുറയും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ എടുത്തു ചാടാതെ ക്ഷമയോടുകൂടി നിന്നാൽ ഈ 40 ദിവസക്കാലം അനുകൂലമാണ്. ഫെബ്രുവരി 23 വരെ ഇടവൻ രാശിക്കാർക്ക് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവും, ഭൂമി ലാഭം ഉണ്ടാകും. സഹോദരൻ ഗുണമുണ്ടായാലും സഹോദരങ്ങൾക്ക് ദോഷങ്ങളുണ്ടാകും. മൂത്ത സഹോദരി ഭർത്താവ് അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങൾക്ക് സമയദോഷമുണ്ട്. അവരുടെ പേരിൽ ഇടവൻ രാശിക്കാർ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ളത് നല്ലതാണെന്ന് അറിയുക. വളരെ അനുകൂലമായി ഭവിക്കട്ടെ ഈ ഒരു 40 ദിവസക്കാലം എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.